dears, welcome back. Here in this video, we discuss the last poem, HOMEWARD by Bassey, Ikpi. BA English second semester core paper appreciating poetry. Yes, firstly, as an introduction, let us say something about our poet, Bassey Ikpi. Bassey Ikpi, 1976, is a Nigerian-born American poet. Yes, Bassey Ikpi നൈജീരിയയിൽ ജനിച്ച അമേരിക്കയിൽ വളർന്ന ഒരു പോയറ്റാണ്. Then she was born in 1976 in Nigeria. Then she migrated to the United States with her parents. Then she has made a great impact in diverse fields. She is a popular spoken word artist, poet, TV presenter and mental advocate. ഒരുപാട് മേഖലയിൽ സാന്നിധ്യം അറിയിച്ച അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പോയറ്റാണ്. ഷീ ഈസ് എ പോപ്പുലർ സ്പോക്കൺ വേർഡ് ആർട്ടിസ്റ്റ്. സ്പോക്കൺ വേർഡ് ആർട്ടിസ്റ്റ് റിഫേഴ്സ് ടു എ പോയറ്റിക് പെർഫോമൻസ് ആർട്ട്. സ്റ്റോറി ടെല്ലിംഗ് വേയിൽ പ്രസൻറ്റ് ചെയ്യുന്ന പോയമാണ്. നല്ല രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു. ദെൻ പോയറ്റ്, TV presenter and mental advocate. Then at the age of 4, Ikpi had to leave Nigeria to join her parents in Oklahoma. അങ്ങനെ 4-ാമത്തെ വയസ്സിൽ നൈജീരിയ വിട്ട് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുകയാണ്. അവരുടെ പാരൻസൊക്കെ എവിടെയായിരുന്നു? ഓക്ലഹോമ. ഓക്ലഹോമ അമേരിക്കയിലൊരു സ്റ്റേറ്റാണ്, ഏകദേശം സൗത്ത് ഭാഗത്തുള്ള. However, she was never able to let go of her Nigerian identity. അമേരിക്കയിൽ ജീവിക്കുമ്പോഴും നൈജീരിയൻ ഐഡൻറ്റിറ്റി, ആ ഒരു കൾച്ചറൊക്കെ മുറുകെ പിടിച്ച് തന്നെയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഷി ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ പെർഫോമിങ് ഹെർ പോയട്രി വൈൽ സ്റ്റഡിങ് ഇംഗ്ലീഷ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് മാരിലാൻഡ്. അവർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയട്രി പെർഫോം ചെയ്യുന്നതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ദെൻ ഹെർ ഹിസ്ട്രിയോണിക് സ്കിൽ ഹെൽപ്ഡ് ഹെർ ടു എക്സെൽ ഇൻ ദ ഫീൽഡ് ഓഫ് പെർഫോമൻസ് പോയട്രി. ഹിസ്ട്രിയോണിക്, അഭിനയിക്കാനുള്ള അവരുടെ സ്കില്ല്, അഭിനയിക്കാനുള്ള അവരുടെ താല്പര്യം സ്വാഭാവികമായിട്ടും പോയട്രി പെർഫോം ചെയ്യുന്നതിൽ അവർക്ക് കൂടുതൽ സഹായകമായി. ദെൻ സംടൈംസ് സൈലൻസ് ഈസ് ദ ലൗഡസ്റ്റ് കൈൻഡ് ഓഫ് നോയ്സ് ഈസ് വൺ ഓഫ് ഹർ ഫേമസ് പോയംസ്. ദെൻ ഷി ഓൾസോ പബ്ലിഷ്ഡ് എ കളക്ഷൻ ഓഫ് എസ്സേ ടൈറ്റിൽഡ് ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത് ബട്ട് ഐ ആം ലൈങ് ഓൺ ദ എഫക്ട്സ് ഓഫ് സൈക്കിക് പ്രോബ്ലംസ്. Then next about the poem HOMEWARD. Ikpi's poem HOMEWARD is a spoken word poem which narrates the pangs of Nigerian woman who lost her indigenous culture and language when she was in her childhood taken to a foreign country. നമ്മളവിടെ പഠിക്കാൻ പോകുന്ന ഇക്പിയുടെ ഹോംവാർഡ് എന്ന പോയം സ്പോക്കൺ വേർഡ് പോയമാണ്. സ്പോക്കൺ വേർഡ് പോയം എന്ന് പറയുമ്പോൾ നേരത്തെ നാം പറഞ്ഞതുപോലെ സ്റ്റോറി ടെല്ലിംഗ് വേയിൽ പ്രസൻറ്റ് ചെയ്യുന്ന പോയമാണ്. വിച്ച് നരേറ്റ് ദ പാങ്സ് ഓഫ് നൈജീരിയൻ വുമൺ. ഒരു നൈജീരിയൻ സ്ത്രീയുടെ മനോവേദനയാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. ദിസ് പോം നരേറ്റ് ദ പോയറ്റ്സ് ആംഗിഷ് ഓർ ഹെർ എക്സ്ട്രീം പെയിൻ. ഇൻഡിജിനസ്, പാരമ്പര്യമായ നൈജീരിയൻ കൾച്ചറും ഭാഷയുമൊക്കെ അവർ കുട്ടിക്കാലത്ത് നാടുവിട്ടത് കാരണം, അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തത് കാരണം അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അതിലുള്ള വേദനയാണ്, സങ്കടമാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. യെസ്, ഇറ്റ് ഈസ് എ പോം അബൌട്ട് ഡിമിനിഷ്ഡ് കൾച്ചർ. ആസ് ഷീ റിമാർക്സ് ഇൻ ഹെർ ഇൻ്റർവ്യൂ വിത്ത് Calicut Bassey, the poem is about her Nigerian American dichotomy. Dichotomy, division or separation into two. രണ്ടായി കാണുക, രണ്ട് ചിന്തകളായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു പോയം ഡിമിനിഷ്ഡ് കൾച്ചറിനെ പറ്റിയാണ്, അവൾക്ക് നഷ്ടപ്പെട്ടു പോയ, ഇല്ലാതായി പോയ കൾച്ചറിനെ പറ്റിയാണ്, അവരുടെ നഷ്ടപ്പെട്ട നൈജീരിയൻ ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. അവരുടെ ഇൻ്റർവ്യൂവിലെ ഭാഗമാണ്. ഐ വാസ് റൈസ്ഡ് ഇൻ ദി സ്റ്റേറ്റ്സ് ബട്ട് ഐ ആം എ നൈജീരിയൻ ഗേൾ, ഓൾവേസ് ഹാവ് ബീൻ ആൻഡ് ഓൾവേസ് വിൽ ബി. അപ്പോൾ അവർ രണ്ട് രാജ്യത്തെയും ചേർത്ത് പിടിക്കുകയാണ്. അമേരിക്ക എന്നത് ഞാൻ വളർന്നു വന്ന രാജ്യമാണ്, എന്നാൽ എൻ്റെ ജന്മരാജ്യം നൈജീരിയയാണ്. ആ രണ്ട് രാജ്യത്തിൻ്റെ ചിന്തകൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. In the same interview, Ikpi clarified that
The two nations mean for her. Nigeria is where I am from. I want to grow old here. The United States raised me. It made me bold and empowered, so I can run from Americanness of my existence. It is this dichotomy that is at the root of the poem. അപ്പോൾ രണ്ട് രാജ്യത്തെയും ചേർത്ത് പിടിക്കുന്നു. ഞാൻ വന്നത് നൈജീരിയയിലാണ്, എന്നാൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലാണ്. ഈ രാജ്യമാണ് എന്നെ എംപവേർഡ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് മാറിപ്പോവുക എന്നത്, അതിനെ ഉപേക്ഷിക്കുക എന്നത് എനിക്ക് സാധ്യമല്ല. ഈ ഒരു രണ്ട് രാജ്യത്തെയും രണ്ടായി കാണുകയും രണ്ട് കൾച്ചറായി കാണുകയും ഈ ഒരു രണ്ട് കൾച്ചറിനെയും ചേർത്ത് പിടിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. Okay, now let us read the poem. Homeward. Today I remember my grandmother as she attempts to connect with her second children. Here the poet Bassey Ikpi remembers her grandmother. At this time she is no more. Then now she remembers her while she visits her in Nigeria. ഇന്ന് ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ ഓർക്കുന്നു. നൈജീരിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷം ഇടയ്ക്കിടെ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു ബേസി ഇക്പി. ആ സമയത്ത് ഗ്രാൻഡ് മദർ അവരെ വെൽക്കം ചെയ്യുന്നതും അവരോട് പെരുമാറുന്നതൊക്കെയാണ് ഇവിടെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. As she attempts to connect with her second children, her grandmother received her grandson with some English words. Here Bassey Ikpi remember her manners while her grandmother received her. നൈജീരിയയിൽ ചെന്ന് അവരെ വിസിറ്റ് ചെയ്യുമ്പോൾ ഗ്രാൻഡ് സണ്ണായ ബേസി ഇക്പിയെ അവരെ സ്വീകരിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. She attempts to connect with her second children. She finds the only English word she knows. Yes, she welcomes her grandson Bassey Ikpi with English words she knows. Really, she is ignorant English. She doesn't know how to welcome in English language. And also Bassey Ikpi is ignorant of Nigerian language. She forgot it all. അമേരിക്കയിൽ കുടിയേറി പാർത്തത് കൊണ്ട് തന്നെ നൈജീരിയയുടെ ഭാഷ, നാട്ടുഭാഷ, അവിടുത്തെ രീതികളൊക്കെ തന്നെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ഗ്രാൻഡ് സണ്ണിനെ ബേസി ഇക്പിയെ അറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. From somewhere hidden in the belly of her 4-foot 9-inch body, and instead of avonke, she greets us with bye-bye. Yes, it was hidden in the belly of her 4-foot. ആ 9 ഇഞ്ചിൻ്റെ ബോഡിയിൽ 4 feet ബെല്ലിയുടെ ഭാഗത്ത് ഹിഡൻ ചെയ്തതുപോലെയായിരുന്നു അത്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് അവോങ്കെ ഷീ ഗ്രീറ്റ്സ് അസ് വിത്ത് ബൈ ബൈ. ശരിക്ക് ഒരാളെ സ്വീകരിക്കുന്നത് ബൈ ബൈ എന്ന് പറഞ്ഞിട്ടല്ല, അത് യാത്ര അയക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ ഗ്രാൻഡ് മദറിന് ഇംഗ്ലീഷായിട്ട് ആ ഒരു വാക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ സ്വീകരിക്കുന്ന രീതി അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഷീ ഗ്രീറ്റ്സ് അസ് വിത്ത് ബൈ ബൈ. ബൈ ബൈ എന്ന വാക്ക് ഉപയോഗിച്ചാണ് അവർ എന്നെ സ്വീകരിച്ചത്. ബെക്കണിങ് അസ് ഇൻ ടു ഹെർ തിൻ ക്ലേ കളേർഡ് ആംസ്. ബെക്കണിങ് മാടി വിളിക്കുക. അപ്പോൾ ഇന്നസെൻ്റായ ആ ഗ്രാൻഡ് മദർ അവരെ സ്വീകരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ചളി പുരണ്ട മെലിഞ്ഞ ആ മണ്ണിൻ നിറമുള്ള കൈകളിലേക്ക് അവരെ മാടി വിളിക്കുന്നു. യെസ്, ഹെർ ഗ്രാൻഡ് മദർ കോളിംഗ് ദം, റിസീവിങ് ദം ബൈ ബെക്കണിങ് വിത്ത് ബൈ ബൈ. ഷീ ഹാസ് മൈ മദേഴ്സ് ഫേസ് എച്ച്ഡ് വിത്ത് ടൈം, പിയേഴ്സ് അറ്റ് മീ ഫ്രം ഐസ് വൈറ്റ് ആൻഡ് ഡാർക്ക് ലൈക്ക് മൈൻ. എൻ്റെ അമ്മയുടെ അതേ മുഖച്ഛായ തന്നെയാണ് ഗ്രാൻഡ് മദറിനും ഉള്ളത്. യെസ്, കാലം ഞങ്ങളുടെ അമ്മയുടെ മുഖം അവരുടെ മുഖത്തും പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യെസ്, ഷീസ് ജസ്റ്റ് ലൈക്ക് മൈ മദർ. അവർ ശ്രദ്ധിച്ചു നോക്കുന്നു എന്നെ. അവരുടെ കണ്ണ് പോലെ തന്നെയാണ് എൻ്റെ കണ്ണും. യെസ്, എൻ്റെ കണ്ണുപോലെ വിശാലമായ ആ ഡാർക്ക് കണ്ണുകൊണ്ട്
അവർ എന്നെ ശ്രദ്ധയോടെ നോക്കി. ദെൻ ഈ ഒരു ഭാഗത്ത് വരുന്ന പ്രധാന ഐഡിയാസ് നമുക്ക് പറയാം. ബേസി ഇക്പി ഓപ്പൺ ദ പോം ബൈ സെയിങ് ഹൗ ഷീ റിമെമ്പേഴ്സ് ഹെർ ഗ്രാൻഡ് മദർ. അവരുടെ ഗ്രാൻഡ് മദറിനെ എങ്ങനെയൊക്കെയാണ് ഓർക്കുന്നത്, അവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബേസി ഇക്പി ഈ പോയം സ്റ്റാർട്ട് ചെയ്തത്. Her grandmother, when they occasionally return to her homeland, she greets them with the only English word she knows, bye bye. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നൈജീരിയയിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി പാർത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒക്കേഷണലി ഷീ വിസിറ്റ് ഹെർ ഹോംലാൻഡ് നൈജീരിയ. അങ്ങനെ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഗ്രാൻഡ് മദർ അവരെ സ്വീകരിക്കുന്നത് ഗ്രാൻഡ് മദറിന് ആകെ അറിയുന്ന ബൈ ബൈ എന്ന ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിച്ചാണ്. കാരണം ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യത്തു നിന്നാണ് തൻ്റെ ഗ്രാൻഡ് സൺ വരുന്നത്. അതുകൊണ്ട് അവർക്കറിയുന്ന ഭാഷയിൽ ഗ്രീറ്റ് ചെയ്യുക എന്നതുകൊണ്ടാണ് ബൈ ബൈ എന്ന അറിയുന്ന വാക്കുപയോഗിച്ച് അവരെ സ്വീകരിക്കുന്നത്. ഇക്പി ലവ്സ് ഹെർ ഗ്രാൻഡ് മദർ സോ മച്ച് ദാറ്റ് ഷീ സീസ് ദാറ്റ് ഹെർ ഗ്രാൻഡ് മദർ ഈസ് വെരി മച്ച് ലൈക്ക് ഹെർ മദർ ആൻഡ് ഷീ. അമേരിക്കൻ കൾച്ചറിൽ ജീവിക്കുമ്പോഴും ഇക്പി തൻ്റെ രാജ്യത്തെ സംസ്കാരത്തെയും അതുപോലെ തൻ്റെ ഗ്രാൻഡ് മദറിനെയും ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് തൻ്റെ ഗ്രാൻഡ് മദറിനെ പോലെ തന്നെയാണ് താനും, തൻ്റെ കണ്ണുകളൊക്കെ ഒരുപോലെയാണ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് പാർട്ട്. ഐ വാക്ക് ഇൻ ടു ദീസ് ആംസ്, ദ വൺ ദാറ്റ് മദർഡ് മൈ മദർ, taught her how to mother me, inhale the history from her skin. She reminds me of the little girl, bow-legged and round-faced, holding roasted corn in one hand and a fistful of chin-chin in the other, still begging for orange Fanta to wash it all down. I remember her voice, firm yet loving. Ma, Bassey, Ikpi, away. You must eat, then drink. Here Bassey Ikpi says that she ran into her arms. She walked into her arms, into the arms of her grandmother. അപ്പോൾ അവരെ ഗ്രാൻഡ് മദറിനെ ഹഗ് ചെയ്തു. അമേരിക്കയിൽ നിന്ന് നൈജീരിയക്ക് വന്നതാണല്ലോ, അപ്പോൾ ആ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന ആ സ്നേഹപ്രകടനം അവർ നടത്തി. Taught her how to mother me. എൻ്റെ അമ്മയെ വളർത്തിയ, പരിലാളിച്ച ആ കൈകളിലേക്ക്, അതുപോലെ എന്നെ എങ്ങനെ വളർത്തണമെന്ന് എൻ്റെ അമ്മയെ പഠിപ്പിച്ച, പരിലാളിച്ച ആ കൈകളിലേക്ക് ഞാൻ വീണു. ഇൻഹേൽ ദ ഹിസ്റ്ററി ഫ്രം ഹെർ സ്കിൻ. ഐ ഇൻഹേൽഡ് ഫ്രം ഗ്രാൻഡ് മദേഴ്സ് ബോഡി, ഹെർ സ്കിൻ, അവർ ആൻസസ്ട്രി, അവർ കൾച്ചർ, അവർ നൈജീരിയൻ കൾച്ചർ. ആ ഒരു ആലിംഗനത്തിൽ നിന്ന് ഞങ്ങളുടെ പൂർവികരുടെ ജീവിതം ഞാൻ മണത്തറിഞ്ഞു. She reminds me of the little girl. She reminded me my childhood from her way of receiving. അവരുടെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഗ്രാൻഡ് മദറുമായുണ്ടായ ആ നിമിഷങ്ങളെ ഞാൻ ഓർത്തെടുത്തു. bow-legged and round-faced, holding roasted corn in one hand and fistful of chin-chin in the other. അന്ന് ഞാൻ വളഞ്ഞ കാലുകൾ വളച്ചു വെച്ചുകൊണ്ട് മുഖവുമായി ഒരു കയ്യിൽ റോസ്റ്റഡ് കോൺ, ചുട്ടെടുത്ത കമ്പവുമായി, ആൻഡ് എ ഫിസ്റ്റ്ഫുൾ ഓഫ് ചിൻ ഇൻ ദ അതർ, മറുകൈയിൽ ഒരു പിടി ചിൻ പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ കഴിച്ചു കൊണ്ടിരുന്ന ആ ഒരു സമയം. ചിൻ ആഫ്രിക്കയിലെ ഒരു തരം ഫ്രൈഡ് സ്നാക്കാണ്. സ്റ്റിൽ ബെഗിങ് ഫോർ ഓറഞ്ച് Fanta to wash it all down. Still begging for orange Fanta to wash it all down. Yes, there were something more in my both hand. Still I was begging for next thing. Still I was asking for another food or drink. Orange Fanta, a kind of soft drink. Yes, എല്ലാം ഒരുമിച്ച് കഴിച്ചിറക്കാൻ വേണ്ടി ഞാൻ ഫാൻറ്റ ചോദിച്ചു. Ma, Bassey, away. You must eat, then drink. Yes, seeing this, her grandmother had reacted at that time
in their own native language. സ്നേഹത്തിൻ്റെ കരുതലുള്ള ആ ശബ്ദം, അന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. എഹേ മാ ബേസി ആഗി ആവേ, യു മസ്റ്റ് ഈറ്റ് ദെൻ ഡ്രിങ്ക്. ആദ്യം കയ്യിലുള്ളത് കഴിക്ക്, എന്നിട്ട് കുടിക്കാം. Here the poet Bassey Ikpi compared the Nigerian culture with American culture. She finds some differences in eating and drinking. നൈജീരിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അവരുടെ തനതായ ജീവിത രീതി, ഭക്ഷണ രീതി, പെരുമാറ്റ രീതി പാടെ മാറിയിരിക്കുന്നു. സ്റ്റിൽ ഷീ വാല്യൂ ഹെർ ഓൺ നൈജീരിയൻ കൾച്ചർ. ഈ ഒരു ഭാഗത്ത് വന്ന പ്രധാന ഐഡിയാസ് ഒന്ന് പറയാം. Ikpi says that it is her grandmother who taught her mother how to mother. It is different from how the white mother their children. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇക്പിയുടെ ഗ്രാൻഡ് മദറാണ് ഇക്പിയുടെ മദറിനെ മദറാകാൻ പഠിപ്പിച്ചത്. എന്നാൽ അമേരിക്കൻ കൾച്ചറിൽ അത് തീർത്തും വ്യത്യസ്തമാണ്. വൈറ്റ്സുകൾ, അമ്മമാർ അവരുടെ മക്കളുമായി ഇടപഴകുന്ന രീതിയൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. അമേരിക്കൻ കൾച്ചറും നൈജീരിയൻ കൾച്ചറും അവിടുത്തെ ജീവിത രീതികളൊക്കെ കമ്പയർ ചെയ്യുകയാണ്. സ്റ്റിൽ ഷീ ലവ്സ് ഹർ നൈജീരിയൻ കൾച്ചർ. ഷീ ലേൺസ് ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഹർ കൺട്രി ഓഫ് ബർത്ത് ഫ്രം ഹർ ഗ്രാൻഡ് മദർ. ഇക്ബി പറയുന്നത് അവരുടെ ഗ്രാൻഡ് മദറിൽ നിന്നാണ് നൈജീരിയ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ഒക്കെ അവർ പഠിച്ചത് എന്നാണ്. ദെൻ ദ പീപ്പിൾ ഇൻ നൈജീരിയ ഈസ് സോ ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ മൈൻഡഡ് ആസ് ഓപ്പോസിറ്റ് to the hypocritical behavior of Americans. ഇക്പി ദെൻ കാണുന്ന പ്രധാന വ്യത്യാസം നൈജീരിയൻ ജനതയുടെയും അമേരിക്കൻ ജനതയുടെയുമുള്ള മനോഭാവങ്ങളിലെ വ്യത്യാസമാണ്. ഇക്പി പറയുന്നത് നൈജീരിയക്കാർ സോ ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ മൈൻഡഡ്, അമേരിക്കക്കാർക്ക് സംതിങ് ഹിപ്പോക്രിറ്റിക്കൽ ബിഹേവിയർ ആണ് ഉള്ളത് എന്നാണ്. നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ ഭക്ഷണ രീതിയിൽ ചില നല്ലതല്ലാത്ത രീതി ചെയ്തപ്പോൾ അവരുടെ ഗ്രാൻഡ് മദർ വളരെ ഓപ്പൺ മൈൻഡഡായി ഉള്ളിൽ നിന്നുള്ള റിയാക്ഷൻ പോലെയാണ് പ്രതികരിച്ചത്. അവരുടെ നാട്ടുഭാഷയിൽ എഹേ മാ ബേസി അഗേ അവേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്വന്തം നാട്ടുഭാഷയിൽ അവരുടെ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ എന്ന രൂപത്തിലൊക്കെയാണ് അതിൻ്റെ പ്രതികരണം വന്നത്. ഇക്പി ഇവിടെ അവരുടെ മദർ ഉപയോഗിച്ച അതേ നാറ്റീവ് ലാംഗ്വേജ് തന്നെയൊക്കെ ഉപയോഗിച്ചത് അവരുടെ സിൻസിയറിറ്റിയും ഓപ്പൺ മൈൻഡിനെ കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അമേരിക്കൻ ജനതയുടെ ഒരുതരം കാപട്യ മനോഭാവമാണ്. അത് തീർത്തും നൈജീരിയൻ കൾച്ചറുമായി വ്യത്യസ്തമാണ് എന്നാണ് ഇക്പി പറയുന്നത്. നെക്സ്റ്റ്, സംടൈംസ് ഐ ഫോർഗെറ്റ് ബട്ട് ഷീ റിമെമ്പേഴ്സ് ദ സ്മോൾ സ്കെയർ ഗേൾ carried away on an iron bird to America. I had forgotten some of my experience that I had gone to America on aeroplane. But my grandmother reminded me. ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ചില ഓർമ്മകൾ. സംടൈംസ് ഐ ഫോർഗെറ്റ്, എൻ്റെ ചില കുട്ടിക്കാല ഓർമ്മകൾ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഷീ റിമെമ്പേഴ്സ് ദ സ്മോൾ സ്കെയർഡ് ഗേൾ. അറ്റ് ദ ടൈം ഐ വാസ് എ സ്മോൾ സ്കെയർഡ് ഗേൾ. പേടിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഐ വാസ് carried away on an iron bird to America. Yes, I was carried away on aeroplane to America. അയൺ ബേർഡ് എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ. അന്ന് യാത്ര ചെയ്ത സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു, ആകെ പേടിച്ചുരണ്ട അവസ്ഥയായിരുന്നു. യെസ്, ഗ്രാൻഡ് മദർ റിമൈൻഡഡ് മീ ദോസ് ഇവൻറ്റ്സ്. സീംസ് ലൈക്ക് ദാറ്റ് സെയിം ബേർഡ് ഹാസ് റിട്ടേൺഡ് ഓൺലി ടു റീപ്ലേസ് ഹെർ ദാറ്റ് പെർഫെക്റ്റ് ഗേൾ വിത്ത് മീ, ദി സ്ട്രേഞ്ച് ടങ്-tied woman. Yes, now the poet visited her grandmother in Nigeria after she was grown up as a perfect woman. And the same bird, the same aeroplane brought her there to Nigeria. സെയിം പക്ഷി തന്നെയാണ്, എയറോപ്ലെയിൻ തന്നെയാണ് അമേരിക്കയിൽ നിന്നും നൈജീരിയയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് ഷീ റീപ്ലേസ്ഡ് ഹെർ ദാറ്റ് പെർഫെക്റ്റ് ഗേൾ വിത്ത് മീ. ഇപ്പോൾ വളർന്നിട്ടുണ്ട്. അന്ന് കുഞ്ഞായിരുന്നപ്പോഴാണ് കൊണ്ടുപോയത്, തിരിച്ചു വന്നപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട്. ബട്ട് ദി സ്ട്രേഞ്ച് ടങ്-tied വുമൺ, അവൾ ഇന്ന് നൈജീരിയൻ ഭാഷ അറിയാത്ത, അവിടുത്തെ കൾച്ചർ അറിയാത്ത ഒരു സ്ത്രീയായി മാറിയിട്ടുണ്ട്. ഷീ ഈസ് സ്ട്രേഞ്ച് ടു ദ നൈജീരിയൻ കൾച്ചർ. ടങ്-tied വുമൺ, നൈജീരിയൻ ഭാഷ അറിയാത്ത ഒരു സ്ത്രീയായി മാറിയിട്ടുണ്ട്.
the one that can barely say hello without the clicks and mourn the dips and tone of the white man's language. She listened now as I struggled with autumn Adam. ഇപ്പോൾ അവൾക്ക് അവരുടെ ഫാമിലിയെയും ഗ്രാൻഡ് മദറിനെയും നൈജീരിയക്കാരെയൊക്കെ കണ്ടാൽ ആകെ പറയാൻ കഴിയുന്നത് ഹലോ എന്ന വാക്ക് മാത്രമാണ്. ഷീ ഈസ് ഇഗ്നോറൻ്റ് ഓഫ് നൈജീരിയൻ ലാംഗ്വേജ്. ഷീ ഹാസ് ഫോർഗോട്ടൺ ദ നൈജീരിയൻ ലാംഗ്വേജ് ആൻഡ് ദ കൾച്ചർ. വിതൗട്ട് ദി ക്ലിക്സ് ആൻഡ് മോൺസ് ദ ഡിപ്സ് ആൻഡ് ടോൺ ഓഫ് ദി വൈറ്റ് മാൻസ് ലാംഗ്വേജ്. അപ്പോൾ നൈജീരിയക്കാരോട് അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഗ്രാൻഡ് മദറിനോടൊക്കെ ഹലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിലൊക്കെ അമേരിക്കൻ ലാംഗ്വേജ് വൈറ്റ് മാൻസിൻ്റെ ലാംഗ്വേജിൻ്റെ ചുവ ഉണ്ട് എന്നാണ്. ഷീ ലിസൺ നൗ ആസ് ഐ സ്ട്രഗിൾ വിത്ത് ആറ്റം ആൻഡ് ഗ്രാൻഡ് മദർ ലിസൺ മീ ആസ് ഐ സ്ട്രഗിൾ ടു സ്പീക്ക്. ഹലോ എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായി അമേരിക്കൻ ആക്സെൻറ്റിലാകുന്നില്ല, അതോടൊപ്പം നൈജീരിയക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുമാണ്. സോ എൻ്റെ സംസാരം കേട്ടപ്പോൾ ആറ്റം ആഡം എന്നതിലുള്ള വ്യത്യാസം പോലെ, അതായത് ആറ്റം ആഡം എന്ന് പറയുന്നത് ആദം എന്നത് രണ്ട് ഭാഷകളിൽ സംസാരിക്കുന്നതാണ്. ഒന്ന് ആഫ്രിക്കനാണ്, മറ്റൊന്ന് വെസ്റ്റേൺ ആണ്, മറ്റൊന്ന് വെസ്റ്റേൺ രീതിയിൽ പറയുന്നതാണ്. രണ്ടിനെയും അർത്ഥം ആദം മനുഷ്യർ എന്ന് തന്നെയാണ്. ഇതുപോലെ ഹലോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ പ്രയാസം ഗ്രാൻഡ് മദറിന് മനസ്സിലാവുന്നു. ഇറ്റ് ബ്രേക്സ് മൈ ഹാർട്ട് ടു റിയലൈസ് ദാറ്റ് ഐ ക്യാൻ ഓൺലി ലവ് ഹെർ ക്ലിയർലി ഇൻ ഇംഗ്ലീഷ്. സ്നേഹപ്രകടനം യഥാർത്ഥമാകുന്നത്, പെർഫെക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മദർ ടങ്ങിലാണ്, നമ്മുടേതായ കൾച്ചറിലാണ്. അപ്പോൾ ഗ്രാൻഡ് മദറിനെ നല്ല രീതിയിൽ സ്നേഹിക്കണമെന്നും അവരോട് സ്നേഹപ്രകടനം നടത്തണമെന്നും നമ്മുടെ പോയറ്റിനുണ്ട്. പക്ഷേ ഷീ ഡസ് നോട്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഹെർ ലവ് ഇൻ നൈജീരിയൻ ലാംഗ്വേജ്, നൈജീരിയൻ കൾച്ചർ, ദർ നാറ്റീവ് ലാംഗ്വേജ്. ഇറ്റ് ബ്രേക്സ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ടു റിയലൈസ് ദാറ്റ് ഐ ക്യാൻ ഓൺലി ലവ് ഹെർ ക്ലിയർലി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ മാത്രമാണ് എനിക്കവരെ സ്നേഹിക്കാൻ, സ്നേഹപ്രകടനം നടത്താൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ പ്രയാസം തോന്നുന്നു. ബട്ട് ടിയേഴ്സ് ഡു നോട്ട് റീപ്ലേസ് ദ വേർഡ് ആൻഡ് ഷീ സേസ് ദാറ്റ് ഷീ ഈസ് അനേബിൾ ടു എക്സ്പ്രസ് ഹെർ ലവ് ടുവാർഡ്സ് ഹെർ ഗ്രാൻഡ് മദർ ഇൻ ഹെർ ഓൺ ലാംഗ്വേജ്, ഹെർ ഓൺ വേ. അവരുടേതായ ഭാഷയിൽ, കൾച്ചറിൽ എക്സ്പ്രസ് ചെയ്യാൻ തനിക്ക് കഴിയില്ല. സോ ടിയേഴ്സ് ഡു നോട്ട് റീപ്ലേസ് ദ വേർഡ്. വേർഡിന് ഒരിക്കലും ടിയേഴ്സ് പകരമാകുന്നില്ല. ടിയേഴ്സ് ഡസ് നോട്ട് റീപ്ലേസ് വേർഡ്സ്. വാക്കുകൾക്ക് പകരം വാക്കുകൾ തന്നെ വേണം. കണ്ണീർ ഒരിക്കലും വാക്കിന് പകരമാകില്ല. ലവ് വിൽ നോട്ട് മേക്ക് ഇറ്റ് ഈസിയർ. ഉള്ളിൽ ധാരാളം സ്നേഹം ഉണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ പ്രകടനം അത് എളുപ്പമാക്കുന്നില്ല. പ്രകടിപ്പിക്കാൻ ഭാഷ തന്നെ വേണം. മേക്ക് ഇറ്റ് ലെസ് ഹെവി. അത് ഭാരം കുറക്കുന്നുമില്ല. ഡിസയർ വിൽ നോട്ട് ഹെൽപ്പ് മീ റിമെമ്പർ വാട്ട് വേർഡ്സ് ടേസ്റ്റ് ലൈക്ക് ഫ്ലോയിങ് ലൈക്ക് ക്രോസ് റിവർ ഫ്രം മൈ ടങ്. ക്രോസ് റിവർ ആഫ്രിക്കയിലെ ഒരു നദിയാണ്. ക്രോസ് റിവറിലെ ഒഴുക്കിനെ പോലെ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ വായിലൂടെ ഒഴുകി വന്ന നൈജീരിയൻ ഭാഷ, ആ ഭാഷയെ ഓർത്തെടുക്കാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായതുകൊണ്ട് മാത്രം അത് സാധിക്കണമെന്നില്ല. ഡിസയർ വിൽ നോട്ട് ഹെൽപ്പ് മീ റിമെമ്പർ. ഉള്ളിൽ നിറയെ ആഗ്രഹമുണ്ട് എന്നതുകൊണ്ട് മാത്രം അതെല്ലാം ഓർത്തെടുക്കാൻ എനിക്ക് കഴിയണമെന്നില്ല. യെസ്, ഷീ ടോട്ടലി ഫൊർഗോട്ടൺ all he had in her own Nigerian life. യെസ്, ഈ ഒരു ഭാഗത്തെ പോയിൻറ്റ്സുകളൊന്ന് വായിക്കാം. Ikpi is so sad about the fact that she has almost forgotten the language of her grandmother. ഗ്രാൻഡ്മദറിൻ്റെ നൈജീരിയൻ ഭാഷ അവർ പൂർണ്ണമായിട്ടും മറന്നിട്ടുണ്ട്. അത് അവൾക്ക് വല്ലാതെ പ്രയാസമുണ്ടാക്കുന്നു. അതിൽ അവൾ വല്ലാതെ ദുഃഖിതയാണ്. She cannot even say hello in local language without being influenced by English. അമേരിക്കൻ ഉച്ചാരണമില്ലാതെ അവർക്ക് നൈജീരിയൻ ലോക്കൽ ലാംഗ്വേജിൽ ഹലോ എന്ന് പറയാൻ പോലും നൈജീരിയക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ അവൾക്ക് കഴിയുന്നില്ല. അതൊക്കെ ഇക്പിയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ദെൻ ഇംഗ്ലീഷ് കൾച്ചർ ഹാസ് ഡൊമിനേറ്റഡ് ഇൻ എവറി ആസ്പെക്റ്റ് ഓഫ് ഹെർ ലൈഫ്. ചുരുക്കത്തിൽ ഇംഗ്ലീഷ് ഭാഷയും ഇംഗ്ലീഷ് സംസ്കാരവും
അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ഡോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സാരം. ഓക്കെ, നൗ ലെറ്റ് us wind up here. പോയത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക്സ്. See you in coming video. Have a nice day.